തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് ശേഷം കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഒന്ന്, എങ്ങനെയൊക്കെയാണ് മേയർമാരും ചെയർമാന്മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാം തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നതെന്നാണ്. രണ്ടാമത്തെ കാര്യം, വളരെ നാളുകളായി അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ചില സ്പെക്കുലേഷൻസുണ്ട്. ഘടകകക്ഷികളുടെ മാറ്റം, മുന്നണി ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഇടതുപക്ഷ മുന്നണിയിലോ UDFിലോ മാറ്റങ്ങൾ ഉണ്ടാകുമോ? ജനാധിപത്യ മുന്നണിയിലോ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് പലരും പറഞ്ഞു കേട്ടിരുന്നു, UDFിലെ ഘടകകക്ഷികൾ അസംതൃപ്തരാണ്, ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അസംതൃപ്തരാണ്, ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ അവർ തയ്യാറാകില്ല, ചിലപ്പോൾ ഇടതുപക്ഷവുമായി പോയി തിരിച്ചൊരു സന്ധി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഘടകകക്ഷികളിൽ, ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ് മാണി വളരെ അധികം ശക്തിയാർജിക്കുകയും കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും തങ്ങളുടെ അണികളിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് ജോസഫ് ഗ്രൂപ്പ് പിടിച്ചതോടുകൂടി അവർക്കൊന്ന് പിടിച്ചു നിൽക്കാമെന്നായി. പിന്നെ ആരാണ് ബലാബലം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ആവശ്യത്തിലധികം വിട്ടുവീഴ്ച ചെയ്തത് മാണി ഗ്രൂപ്പിനെ അല്ലെ ജോസ് കെ മാണിയെ കൂടെ നിർത്താനാണ് ശ്രമിച്ചത്. ജോസ് കെ മാണിയെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ അവരുന്നം വെച്ചിരുന്നത് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്കനുകൂലമായി ഏതെങ്കിലും തരത്തിൽ മാറ്റാൻ പറ്റുമോ എന്നാണ്. കാരണം റാന്നി വരെ അസംബ്ലിയിലേക്കുള്ള പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയും റാന്നി വരെ അവർക്ക് ജയിക്കാൻ പറ്റി. അസംബ്ലിയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും ഏറ്റുമാനൂരും അങ്ങനെയുള്ള സീറ്റുകൾ കേരള കോൺഗ്രസിൻ്റെ സഹായത്തോടെ ഇടതുപക്ഷ മുന്നണിക്ക് ജയിക്കാൻ പറ്റി. ഇത് ഒരു ശാശ്വതമായ കണക്കായിരിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റായ ധാരണ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെ സാമുദായികമായ ചേരിതിരിവുകൾ വെച്ച്, മുസ്ലിം ലീഗ് ഒരു എക്സെപ്ഷനാണ് കേട്ടോ, ചേരിതിരിവുകൾ വെച്ച് തെരഞ്ഞെടുപ്പ് അരിത്തമെറ്റിക്സിനെ അല്ലെ തെരഞ്ഞെടുപ്പ് നയതന്ത്രത്തെ കണക്ക് കൂട്ടിയാൽ പലപ്പോഴും നിരാശയായിരിക്കും ഫലം. അവർക്ക് തന്നെ ഇടതുപക്ഷത്തിന് തന്നെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട് ഒത്തിരി. അതിലൊന്ന് ഇടുക്കിയായിരുന്നു. ഇടുക്കിയിൽ കർഷക വിമോചന മുന്നണി എന്ന് പറഞ്ഞ് പി ടി തോമസും അവിടുത്തെ ചില സഭയിലെ വക്താക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ ജോയിസ് ജോർജ് എന്ന് പറഞ്ഞ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി ജോയിസ് ജോർജിനെ നിർത്തി പി ടി തോമസിനെ തോൽപ്പിക്കാമെന്നാണ് ഇടതുപക്ഷം കരുതിയത്. അതിലെ അപകടം മനസ്സിലാക്കിയ, പക്ഷേ അപകടമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള വേറൊരു വസ്തുത, അപകടം മനസ്സിലാക്കിയ കോൺഗ്രസ് പി ടി തോമസിനെ ഇടുക്കിയിൽ നിന്ന് മാറ്റി ഇവിടെ മത്സരിപ്പിക്കാൻ വിട്ടു. എവിടെയാണ്? അസംബ്ലിയിലേക്ക് മത്സരിക്കാനായിട്ട് തൃക്കാക്കരയിൽ വിടുകയും അദ്ദേഹം അവിടെ ജയിക്കുകയും ചെയ്തു. പക്ഷെ മറിച്ച് പി ടി തോമസിനെ മാറ്റി അവിടെ UDF മത്സരിക്കാൻ രംഗത്ത് കൊണ്ടുവന്ന ഡീൻ കുര്യാക്കോസ് ഇടതുപക്ഷത്തിൻ്റെ ക്രൈസ്തവ മുഖത്തോടെന്ന് തന്നെ പറയാം, അല്ലെ ജോയിസ് ജോർജിനോട് ദയനീയമായിട്ട് തോൽക്കുകയാണ് ചെയ്തത്. പക്ഷേ പി ടി തോമസ് ആയിരുന്നെങ്കിൽ ഒരു ഫൈറ്റിംഗ് ചാൻസ് എങ്കിലും ഉണ്ടായിരുന്നു. ഡീൻ കുര്യാക്കോസിനെ മാറ്റി നിർത്തി സമുദായ സംഘടനകളെ ഭയപ്പെട്ട് ഒളിച്ചോട്ടം നടത്തിയത് കൊണ്ട് മാത്രം അവിടെ ഡീൻ കുര്യാക്കോസ് പരാജയപ്പെടുന്നതാണ്. കോൺഗ്രസ് പരാജയപ്പെടുകയും വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയുടെ അപ്രമാദിത്വം അവിടെ ഒരിക്കൽ കൂടി തെളിയുകയാണ് ചെയ്തത്. എന്നാൽ ആ കാൽക്കുലേഷൻ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് അത് മാറി. ഡീൻ കുര്യാക്കോസിനെ അവിടെ വിജയിച്ചു, ജോയിസ് ജോർജ് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോഴും കോൺഗ്രസ് പഠിച്ചില്ല. ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ജനാധിപത്യ സഖ്യത്തിനാണ് അല്ലെ കോൺഗ്രസ്സിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലെ വിവേകം കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാതെ പോയി. പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കോട്ടയം ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല, കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ജില്ല. ഈ ജില്ലയിൽ നിലനിൽപ്പ് നഷ്ടപ്പെട്ട, അതായത് പാലാ പോലും നഷ്ടപ്പെട്ട കേരള കോൺഗ്രസ് മാണിയുടെ ഭാവി എന്ത് എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അപ്പം സണ്ണി ജോസഫിനെ പോലുള്ളവർ കേരള കോൺഗ്രസിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ ചിലർ ആ ക്ഷണത്തെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പും മാണി സി കാപ്പനും, പാലായിലെ നിലവിലെ MLA ആയ മാണി സി കാപ്പനും മാണി ഗ്രൂപ്പിനെ UDFിലേക്ക് കൊണ്ടുവരുന്നതിന് എതിരഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എന്നുണ്ടാവും? തീർച്ചയായിട്ടും മുന്നണി ബന്ധങ്ങളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ഇനി നമുക്ക് കേരള കോൺഗ്രസ് ഏതെങ്കിലും മുന്നണിയിൽ നിൽക്കുമ്പോഴുള്ള അപകടമൊന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ LDFിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ്, ഒന്ന് കേരള കോൺഗ്രസ് B, ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ്, വീണ്ടും
ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് മാണിയുണ്ട്. ഇവർക്ക് എത്ര മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്? ബിക്കൊരു മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ആന്റണി രാജു ഉണ്ടായിരുന്നു. അതുപോലെ കേരള കോൺഗ്രസ് മാണിക്കും മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. അത് എല്ലാം ഇപ്പോൾ നിലവിൽ റോഷി അഗസ്റ്റിനാണ് ഇപ്പോൾ മന്ത്രി. അപ്പോൾ ഇവർക്കെല്ലാം ഓരോ മന്ത്രിസ്ഥാനം കൊടുത്താണ് കൂടെ നടത്തുന്നത്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഇപ്പുറത്തേക്ക് വന്നാൽ UDF-ൽ വന്നാലോ, ജയിച്ചാൽ ജോസഫ് ഗ്രൂപ്പിന് 1 or 2 മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും. അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. മറ്റേതെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയും കൂടെ കോൺഗ്രസിലേക്ക് വെച്ച് അവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പം യഥാർത്ഥ കോൺഗ്രസ്സുകാർക്കുള്ള മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. പിന്നെ കേരള കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം, അത് CPM-നും എല്ലാവർക്കും ചെയ്യുന്ന അപകടം, കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടോ അല്ലെ CPM വോട്ടുകൾ കൊണ്ടോ കേരള കോൺഗ്രസ് മാണിയുടെയോ ജോസഫ് ഗ്രൂപ്പിൻ്റെയോ സ്ഥാനാർത്ഥികൾ ജയിക്കുകയും മറിച്ച് തിരിച്ചൊരു സഹായം ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. ഇപ്പോൾ വാസവന് ഏറ്റുമാനൂർ കുറച്ച് വോട്ട് കിട്ടും, ബാക്കി ജയിക്കാനുള്ള സാധ്യതയുള്ള സീറ്റുകളെല്ലാം ആരാ മേടിക്കുന്നത്? ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് മാണി കൊണ്ടുപോകും, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോകും, പാലാ, പൂഞ്ഞാർ എല്ലാം കൊണ്ടുപോകും. ഇതെല്ലാം കൊണ്ടുപോകുമ്പം ഇടതുപക്ഷത്തിന് പിന്നെ ഇവരിൽ നിന്ന് സഹായം കിട്ടി ജയിക്കാനുള്ള സീറ്റുകളില്ല. കാരണം ഇവരെങ്ങും ഇല്ല. ജോസഫ് ഗ്രൂപ്പിൻ്റെ കോൺഗ്രസിലെ സ്ഥിതി അതാണത്. പ്രധാനപ്പെട്ട സീറ്റുകൾ ഇപ്പോൾ ഏറ്റുമാനൂർ മത്സരിച്ച് തോറ്റു, ആ സീറ്റ് അവർക്ക് വേണമെന്നാണ് പറഞ്ഞത്. ചങ്ങനാശ്ശേരി മത്സരിച്ച് തോറ്റു, ആ സീറ്റ് അവർക്ക് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഏറ്റവും നല്ല ഉദാഹരണം ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകൾ നമ്മൾ പറഞ്ഞു. ചങ്ങനാശ്ശേരി ഒരു നിർണായക ഘടകമാണ്, പാലാ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നായർ സമുദായത്തിലെ NSSൻ്റെ സുകുമാരൻ നായർ സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നിട്ട് കൂടി ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ജയിച്ചു കയറുകയാണ് ചെയ്തത്. അതെന്താ കാണിക്കുന്നത്? ജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ കൂടെ അല്ലെ കോൺഗ്രസിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കും. അത് മനസ്സിലാക്കിയ ഒരു അറേഞ്ച്മെൻറ്റ് പോയി കഴിഞ്ഞാൽ മുന്നണി മാറ്റം ഉണ്ടാവില്ല. ഇവിടെ മാണി ഗ്രൂപ്പിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അടൂർ പ്രകാശും സണ്ണി ജോസഫും വളരെ ആവേശത്തോടെ പറയുമ്പോൾ സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരുടെ പുറകെ അങ്ങോട്ട് പോകില്ല. പുറകെ പോകണ്ട എന്ന് പറയാൻ ഗുണം, അങ്ങോട്ട് പോയി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ബാർഗെയിനിങ്ങിനുള്ള അവസരം പറയും. ആദ്യം തന്നെ പറയണം, നിങ്ങൾക്ക് ഇത്ര മന്ത്രിസ്ഥാനം തരുള്ളൂ, മത്സരിക്കാൻ ഇത്ര സീറ്റ്. ഇപ്പോൾ മാണി ഗ്രൂപ്പ് തന്നെ ഇപ്പുറം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി മത്സരിക്കാൻ അവർക്ക് കൊടുക്കണം, ചങ്ങനാശ്ശേരി കൊടുക്കണം, ഏറ്റുമാനൂർ കൊടുക്കണം, കടുത്തിരുത്തി ഒഴികെയുള്ള എല്ലാ സീറ്റുകളും കോട്ടയം ജില്ലയിൽ എല്ലാ സീറ്റുകളും അവർ അവകാശപ്പെടും. കൊടുക്കാൻ പറ്റുമോ? ഇടുക്കി കൊടുക്കാൻ പറ്റുമോ? റോഷി അഗസ്റ്റിനുണ്ട്, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ജയസാധ്യതയുള്ള ജനാധിപത്യ മുന്നണി അല്ലെ ജനാധിപത്യ ചേരിക്കും ജയസാധ്യതയുള്ള സീറ്റുകൾ മാണിക്ക് കൊടുക്കേണ്ടി വരും, കുറച്ച് ജോസഫിനും കൊടുക്കേണ്ടി വരും. പിന്നെ കോൺഗ്രസ് എവിടെയുള്ള? കോൺഗ്രസ് വീണ്ടും മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ ഒരു ശൂന്യ ഘടകമായി, ഒരു വിലയില്ലാത്ത ഘടകമായിട്ട് മാറും. അത്തരം മാറ്റങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇവരെ ഈ കക്ഷികളോടെല്ലാം കൂടെ ഒറ്റ കേരള കോൺഗ്രസ് ആകാൻ പറയുക, അല്ലെങ്കിൽ കൃത്യമായി നേരത്തെ തന്നെ തർക്കമില്ലാത്ത രീതിയിൽ ധാരണ ഉണ്ടാകണം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തർക്കമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാം, ജോസഫ് ഗ്രൂപ്പിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാം, വേറെ തർക്കങ്ങളിലേക്ക് വരുന്നില്ല. പക്ഷേ മാണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മുന്നണിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് തന്നെ വേണം അല്ലേ? ആ രീതിയിലേക്ക് വരും. അങ്ങനെ വന്നപ്പോൾ ലതികാ സുഭാഷ് കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ്. ഏറ്റുമാനൂർ മത്സരിക്കാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കാതെ ഏറ്റുമാനൂർ ലതികാ സുഭാഷ് വീണ്ടും മത്സരിച്ച് തോറ്റു, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ കൂടിയാണ്, തിരുവിതാംകൂറിലെ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ കൂടിയാണ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസിനെ തീറ്റിപ്പോറ്റുന്നത്. അവർക്ക് പലപ്പോഴും സ്ഥാനാർത്ഥികൾ പോലും കാണില്ല, കോൺഗ്രസ്സുകാരെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സ്പിരിറ്റിൽ ജോസഫ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ കേരള കോൺഗ്രസ്സുകാരല്ല, നേതാക്കന്മാരല്ല വേണ്ട, അണികൾ വന്നാൽ മതി. അവർക്ക് വേണ്ട ജോസഫ് ഗ്രൂപ്പിൽ ചേരാം, ജേക്കബ് ഗ്രൂപ്പിൽ ചേരാം, കേരള കോൺഗ്രസ് ചേർന്നിട്ടവർ. അപ്പോൾ ഈ സ്ഥാനമാനങ്ങളുടെ പങ്കുവയ്ക്കലിനെ കുറിച്ചുള്ള തർക്കം ഉണ്ടാകില്ല. ഇത് മാണി മത്സരിച്ച സീറ്റ് അത്രയും സീറ്റുകൾ ഞങ്ങൾക്ക് വേണമെന്ന് ഇവർ പറയുകയും അല്ലെ ജോസഫ് ഗ്രൂപ്പിന് കൊടുത്ത അത്രയും സീറ്റ് അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് വേണമെന്ന് മാണി പറയുകയും ചെയ്താൽ അവിടെ അത്തരം തർക്കങ്ങളിലേക്ക് മുന്നണിയെ മൊത്തം വലിച്ചഴിച്ചുകൊണ്ട് പോകാതിരിക്കുക, അതാണ് ഇവർക്ക് ചെയ്യാവുന്ന കാര്യം. തർക്കങ്ങളിലേക്ക് വലിച്ചഴിച്ച് പോകുമ്പോഴും UDFൻ്റെ ഇപ്പോഴത്തെ ടീം UDF എന്ന് പറയുന്നത് ശിഥിലമാകുന്ന UDF ആയിട്ട് മാറും. നാളെ തൊട്ട് തർക്കം തുടങ്ങും. എനിക്ക് ഇന്ന സീറ്റ് വേണം, മന്ത്രി വേണം, ഇന്ന വകുപ്പ് വേണം, ഞാനാണ് ഇവിടുത്തെ വലിയ പ്രമാണിമാരെന്നുള്ള മട്ടിലുള്ള പ്രവർത്തനം ഈ ഘടകകക്ഷികൾ തുടങ്ങും. പക്ഷേ അക്കാര്യത്തിൽ സ്വന്തം ശക്തിക്കനുസരിച്ച് വിലപേശുന്നൊരു കക്ഷി തന്നെ അത് ശക്തിയേക്കാൾ കൂടുതലായിട്ട് ഒരിക്കലും വിലപേശുന്നില്ല. ലീഗ് ഇത്തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഇത്രയും പേഴ്സൻറ്റേജ് ജയിപ്പിക്കാൻ പറ്റിയ ലീഗാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ലീഗ് മുന്നണിക്കകത്ത്. ആ ലീഗ് ഇവിടെ ഇത്തവണ തകർന്നിരുന്നെങ്കിൽ, UDF തകർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ലീഗ് പോലും മാറുന്ന രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെട്ടാൽ ലീഗിനെ CPMലേക്ക് കൊണ്ടുവരാനായിട്ട് പിണറായി വിജയൻ എന്ത് വില, 3ാം ടൈം കിട്ടാൻ വേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറായനെ. CPI വരെ ബലി കഴിക്കും. അപ്പോൾ കോൺഗ്രസ്സിന് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും കക്ഷിയെ
ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു കക്ഷി സി പി ഐ തന്നെയാണ്. സി പി ഐ ഇപ്പുറത്ത് വരുന്നതിന് സി പി ഐക്കും കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ സി പി ഐയുടെ മുമ്പിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് പിന്നീട് പറയാം. മറ്റ് കാര്യങ്ങളിലേക്കാൾ കൂടുതലായി ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വർക്ക് ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഉള്ള സിസ്റ്റം, ഇപ്പോഴുള്ള കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ് കിട്ടുന്നവരെ മാത്രം നേതാവായാലും അനുയായാലും ചെറിയ പാർട്ടിയായാലും വലിയ പാർട്ടിയായാലും സ്വീകരിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ കെട്ടുറപ്പോടെ യു ഡി എഫിന് ടീം യു ഡി എഫ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകും.